ഹലോ ഗേസ്. അപ്പൊ ഈ നമ്മുടെ കയ്യിൽ ഈ ഇരിക്കണ എന്താണെന്ന് മനസ്സിലായോ? നല്ല കറുത്ത മുത്ത് പോലെ ഇരിക്കണം. ഇപ്പൊ എവിടെ തിരിഞ്ഞാലും കാണാം ഈ സാധനം. ഇപ്പൊ ഇവിടെയൊക്കെ ട്രെൻഡാണ്, ഇവിടെ നോക്കിയാൽ ഈ സാധനം കാണും. അപ്പൊ ഇതാണ് ഞാവൽപ്പഴം. ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് പറയുന്നത്, എന്തൊക്കെ പേരൊക്കെ പറയും. ഞാവൽപ്പഴം. അപ്പം ഇത് പച്ചക്ക് തിന്നപ്പോ ചെറിയ എന്തൊരു ഒരുമാതിരി ഒരു ഇത്. അപ്പൊ നമുക്ക് ഇതിനെ കൊണ്ട് നല്ല അടിപൊളി ഒരു ഷെയ്ക്ക് അടിച്ചിട്ട് വരാം. അപ്പൊ ഓക്കെ. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ എല്ലാം കുരു കളഞ്ഞിട്ട് ഇതിനെ സെപ്പറേറ്റ് അരിഞ്ഞ് ഇതിന്റെ അകത്തോട്ടിടാം. അപ്പൊ ഇതിനെല്ലാം എങ്ങനെയാണ് അരിയണേന്ന് കാണിച്ചു തരാം. ഇതേപോലെ 4 സൈഡൊന്ന് ഇളക്കി എടുക്കണം. അപ്പൊ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഇതിനെ ഇളക്കി ഇരുന്നാലേ നേരം വിളക്കുകയും ചെയ്യുന്ന ഷെയ്ക്ക് അടുപ്പ് നടക്കുകയില്ല. അതുകൊണ്ട് നീയും കൂടെ വാ. അപ്പൊ നമ്മൾ രണ്ടുപേരും വന്നിട്ടുണ്ട് ഗൈസ്. ഇളക്ക ഇതൊക്കെ കണ്ടോ, നല്ല പഴുത്തിനുണ്ട്, നല്ല കളർ ഗൈസ്. അപ്പൊ നമ്മൾ രണ്ടുപേരും ഇരുന്ന് അരിയാണ്. അപ്പൊ ഇന്ന് ഷെയ്ക്ക് അടുപ്പ് നടക്കൂലെന്നാണ് തോന്നുന്നത്, കാരണം കറണ്ട് പോയി. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലിരിക്കുന്നതാണ്, നമ്മളിതാ ഇവിടെ അടിക്കാൻ വേണ്ടി എല്ലാം അരിഞ്ഞുകൊണ്ടിരുന്നത് കറണ്ട് പോയി. അപ്പൊ നമ്മളിതാ എല്ലാം അരിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്, കണ്ടാ. പിന്നെ അതിന്റെ കുരു സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. ഇന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ഇങ്ങനെ നട്ടു വെക്കാം. അപ്പൊ ഇത് പൊടിക്കുമ്പോൾ നമുക്ക് പിന്നെ വെളിയിൽ നിന്ന് ഞാവൽപ്പഴം വാങ്ങണ്ട, ഇവിടെ പറിച്ചങ്ങെടുത്ത് ജ്യൂസ് അടിക്കാം. നമുക്കപ്പൊ ഇത്രയും കുരു കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഇതിന്റെ അകത്തോട്ട് നട്ടു വെക്കാം. അപ്പൊ ആദ്യം നമുക്ക് മിക്സിയിൽ ഒരു ജാർ വെക്കാം. എന്നിട്ട് ഒരു കട്ട പാൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ പൊട്ടിച്ചിട്ട് അകത്തോട്ടിടാം. ഇനി നമുക്ക് ഈ ഞാവൽപ്പഴത്തിന് ഇതിന്റെ അകത്തോട്ട് തട്ടിക്കൊടുക്കാം. അപ്പൊ നമ്മുടെ ജാറിന്റെ അകത്ത് എല്ലാ സാധനങ്ങളും ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി മാജിക് ആണ്, ഇനി അടിച്ചെടുക്കാം. നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്, തുറന്ന് നോക്കാം. വാവ്, നല്ല പർപ്പിൾ കളർ ആയിട്ടുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ഷേക്ക് പോലെ ഇരിക്കുന്നു. ഇനി നമുക്കിതിനെ ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കുടിച്ചു നോക്കാം. അപ്പൊ നമ്മളെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. എന്റെ ഉടുപ്പും ഇതും ഒരേ കളർ. അപ്പൊ നമുക്ക് കുടിച്ചു നോക്കാം. എങ്ങനെയുണ്ട്? കൊള്ളാം. പുളിയാ? സൂപ്പർ. പുളിയെന്ന് പറഞ്ഞാണ് പുളിയത്. സത്യം പറ, കൊള്ളാമോ ഇല്ലേ? കൊള്ളാം, നല്ല തണുപ്പും ഉണ്ട്. ഇനി ഉണ്ടാക്കിയ ഞാൻ കുടിച്ചു നോക്കാം. കൊള്ളാന്നാണ് പറയണ, നമുക്ക് കുടിച്ചു നോക്കാം. അടിപൊളി.